പുറത്തേക്ക് ഡൽഹിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ. തഖാവൂർ റാണ, മുംബൈ ഭീകരാക്രമണ കേസിലെ മുഖ്യ സൂത്രധാരൻ തഖാവൂർ റാണയെ ഇന്ത്യയിൽ എത്തിച്ചിരിക്കുന്നു. ഇപ്പോൾ NIA ആസ്ഥാനത്തേക്ക് നേരത്തെ കൊണ്ടുപോകുമെന്നാണ് അറിയിച്ചത് ചോദ്യം ചെയ്യലിനായി. അതിനായി ഇപ്പോൾ പുറത്തേക്ക് തഖാവൂർ റാണയെ വലിയ സുരക്ഷയൊരുക്കി മാറ്റിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അച്യുതൻ അവിടെ നിന്ന് വിവരങ്ങളുമായി അല്പസമയത്തിനകം ചേരും. അല്പസമയം മുൻപ് ഏതാണ്ട് 6:30 ആണ് തഖാവൂർ റാണയുമായി വിമാനം ഡൽഹിയിൽ ലാൻഡ് ചെയ്തത്. പ്രത്യേക വ്യോമസേന വിമാനത്തിലാണ് തഖാവൂർ റാണയെ എത്തിച്ചതെന്ന വിവരങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു. NIA അക്കാര്യം തഖാവൂർ റാണയെ എത്തിച്ചു എന്ന കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. അതിൽ വലിയ ആത്മവിശ്വാസം NIA കൊണ്ട് ഇനിയിപ്പോൾ മറ്റു കാര്യങ്ങൾ, ചോദ്യം ചെയ്യൽ നടപടികൾ അത് എപ്പോൾ തുടങ്ങുമെന്ന കാര്യത്തിലൊക്കെയുള്ള വിശദീകരണം, അത്തരം വിവരങ്ങൾ അല്പസമയത്തിനകം ലഭിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാൻ ഇതിലെ കൂട്ടുപ്രതികളുടെ പങ്കാളിത്തം, അതേക്കുറിച്ചുള്ള ചോദ്യങ്ങൾ എന്തായാലും ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അച്യുതനിലേക്ക്. അച്യുതൻ, തഖാവൂർ റാണയെ പുറത്തേക്ക് എത്തിച്ചോ? ഇനിയിപ്പോൾ NIA ആസ്ഥാനത്തേക്ക് കൊണ്ടുപോകുന്നുണ്ടോ? എന്താണ് വിവരങ്ങൾ? പ്രജിൻ, എയർപോർട്ടിനകത്തെ നടപടിക്രമങ്ങൾ ഏതാണ്ട് പൂർത്തിയായതാണ് ലഭിക്കുന്ന വിവരങ്ങൾ. അല്പസമയത്തിനകം തഖാവൂർ റാണയുമായിട്ടുള്ള സംഘം പുറത്തേക്ക് വരുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് ഞാനിപ്പോൾ നിൽക്കുന്നത് പാലം എയർഫോഴ്സ് സ്റ്റേഷന് മുൻപിലാണ്. ഇതാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്നതാണ് ഈ എയർഫോഴ്സ് സ്റ്റേഷന്റെ പ്രധാന കവാടം. സാധാരണ നിലയിൽ ഇവിടെ നിന്ന് പുറത്തേക്ക് വരുന്ന ഒരു കവാടം കൂടിയാണ്. പക്ഷേ ഈ പൊതുവെ ഈ തഖാവൂർ റാണയുമായി ബന്ധപ്പെട്ട രഹസ്യാത്മക സ്വഭാവമാണ് ഇതുമായി ബന്ധപ്പെട്ട നടപടികളിലെല്ലാം കേന്ദ്ര സർക്കാരും അന്വേഷണ ഏജൻസിയും തുടർന്നു പോകുന്നത്. അത് സുരക്ഷ മുൻനിർത്തി കൊണ്ട് തന്നെയാണ് അത്തരം രഹസ്യ സ്വഭാവം ഈ ഒരു വിഷയത്തിൽ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഇതിന് മറ്റ് ഗേറ്റുകളും ഈ പാലം എയർഫോഴ്സ് സ്റ്റേഷനുണ്ട്. അത്തരത്തിൽ രഹസ്യ സ്വഭാവത്തോടു കൂടിയാണ് NIA ആസ്ഥാനത്തേക്ക് കൊണ്ടുപോകുന്നതെങ്കിൽ ഒരുപക്ഷെ ഈ പ്രധാന കവാടത്തിൽ കൂടെ ആയിരിക്കില്ല പുറത്തേക്ക് ഇറക്കുന്നത്. മറ്റ് കവാടങ്ങൾ പുറത്തേക്ക് ഇറക്കുന്നതിന് മറ്റ് കവാടങ്ങൾ ഒരുപക്ഷെ NIA സംഘം സ്വീകരിക്കും. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം, ഡൽഹി പോലീസിന്റെ വാഹനങ്ങൾ ഇതിന്റെ പരിസരത്തായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട്. അതായത് പെട്ടെന്ന് എന്തെങ്കിലും തരത്തിലുള്ള നീക്കങ്ങൾ ഉണ്ടായാൽ ഗതാഗതം നിയന്ത്രിക്കുന്നതിനായി എല്ലാ തരത്തിലും ഡൽഹി പോലീസിന്റെ സംഘം ഇവിടെ സജ്ജമാണ്. മനസ്സിലാക്കാൻ കഴിയുന്നത് തഖാവൂർ റാണയെ ബുള്ളറ്റ് പ്രൂഫ് വാഹനത്തിലായിരിക്കും കൊണ്ടുപോകുന്നത്. അതിന് സുരക്ഷാ സേനയുടെ സുരക്ഷാ വലയത്തിലായിരിക്കും കൊണ്ടുപോകുക. കാര്യം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സുരക്ഷാ പ്രശ്നങ്ങളെല്ലാം മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് അത്തരമൊരു സാഹചര്യം ഇപ്പോൾ ക്രമീകരിച്ചിരിക്കുന്നത്. എന്തായാലും നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഉള്ളിലെ എയർപോർട്ടിനകത്തെ നടപടിക്രമങ്ങൾ ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ട് എന്നതാണ്. ഇവിടെ നിന്നായിരിക്കും സംഘം NIA ആസ്ഥാനത്തേക്ക് പോവുക. നിലവിൽ പട്യാല കോടതിയിൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അടക്കം എത്തിയിട്ടുണ്ട് എന്നതും നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ദ്രുതഗതിയിൽ ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ പൂർത്തിയാക്കാനാണ് ഇപ്പോൾ ഒരുങ്ങുന്നത്. കാരണം ഒരുപാട് ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ തേടേണ്ടത് ഉണ്ട്. അത് വേഗത്തിൽ ആ ഉത്തരങ്ങൾ തേടി ആ മുംബൈ ആക്രമണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആരൊക്കെ അതിൽ പങ്കെടുത്തു, ആരൊക്കെ ആ ഗൂഢാലോചനയുടെ ഭാഗമായി എന്നുള്ള കൃത്യമായ ആ ഒരു വിവരങ്ങൾ ലഭിക്കണമെങ്കിൽ തഖാവൂർ റാണയെ ചോദ്യം ചെയ്യേണ്ടി വരും. ആ ചോദ്യം ചെയ്യലിലേക്ക് കടക്കണമെങ്കിൽ അതിന് മുൻപായിട്ടുള്ള നടപടികളെല്ലാം പൂർത്തിയാക്കേണ്ടി വരും. അത് വേഗത്തിൽ പൂർത്തിയാക്കാനാണ് ഇപ്പോൾ NIA സംഘം തയ്യാറെടുക്കുന്നത്. പ്രജിൻ. അച്യുതനാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. തഖാവൂർ റാണയെ അല്പസമയത്തിനകം പുറത്തേക്ക് എത്തിക്കും. ഇപ്പോൾ ഡൽഹി പാലം വ്യോമസേന വിമാനത്താവളത്തിന് പുറത്തുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ഈ പ്രധാന കവാടം വഴി ആയിരിക്കാം ഒരുപക്ഷെ NIA ആസ്ഥാനത്തേക്ക് തഖാവൂർ റാണയെ വലിയ സുരക്ഷാ സംവിധാനങ്ങളോടുകൂടി കൊണ്ടുപോവുക എന്ന സൂചനകൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ബൽറാം നെടുങ്ങാടി കൂടി ഈ ഘട്ടത്തിൽ ടെലിഫോൺ ലൈനിൽ വിവരങ്ങളുമായി ചേരുന്നു. ബൽറാം, അതീവ സുരക്ഷാ വലയത്തിലാണ് രാജ്യതലസ്ഥാനം എന്ന് തന്നെ പറയാം. നിരവധി സുരക്ഷാ വാഹനങ്ങൾ നഗരത്തിൽ അങ്ങോളം ഇങ്ങോളം പായുന്നു. അങ്ങനെ ഇത്രയും പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഖ്യ സൂത്രധാരൻ എന്ന് പറയുന്ന പ്രധാന പ്രതിയെയാണ് ഇപ്പോൾ ഇന്ത്യയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അത് NIA സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു. ഇനിയുള്ള ഓരോ നീക്കങ്ങളും നടപടിക്രമങ്ങളും അതീവ പ്രധാനപ്പെട്ടതാണ്. ഒപ്പം തന്നെ വലിയ സുരക്ഷയൊരുക്കിയായിരിക്കും ഈ ചോദ്യം ചെയ്യലും ഒപ്പം NIA ആസ്ഥാനത്തേക്കാണെങ്കിൽ അവിടേക്കുള്ള കൊണ്ടുപോകലും ഒക്കെ ഉണ്ടാവുക. അതിനായുള്ള ഒരുക്കങ്ങൾ, ക്രമീകരണങ്ങൾ ഒക്കെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാനും കഴിയുന്നുണ്ട്. നമുക്ക് ലഭിക്കുന്ന ഏറ്റവും ഒടുവിലത്തെ വിവരങ്ങൾ, സൂചനകൾ എന്താണ് ബൽറാം? പ്രജിൻ, ഈ തഖാവൂർ റാണയെ ഇന്ത്യയിൽ എത്തിച്ചതിന് പിന്നാലെ തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തി തുടർ നടപടികൾക്കായുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നേരത്തെ തന്നെ ഒരുക്കിയിരുന്നു. ഇതനുസരിച്ചുള്ള നടപടികൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ റാണയെ പുറത്തിറക്കും. അതിനുശേഷം
NIA ആസ്ഥാനത്തേക്ക് എത്തിച്ച ശേഷമായിരിക്കും കോടതിയിലേക്ക് കൊണ്ടുവരിക എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതിവേഗം തന്നെ ഈ നടപടികൾ പൂർത്തിയാക്കും എന്നുമാണ് ഡൽഹി പോലീസ് വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്ന സൂചന. പ്രജിൻ സൂചിപ്പിച്ച പോലെ തന്നെ ഡൽഹി കനത്ത സുരക്ഷാ വലയത്തിലാണ്. ഇന്ന് രാവിലെ മുതൽ തന്നെ തഹവൂർ റാണയെ ഡൽഹിയിൽ എത്തിച്ച് കോടതിയിൽ എത്തിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾക്കായുള്ള കനത്ത സുരക്ഷാ ക്രമീകരണങ്ങൾ ഡൽഹി പോലീസ് ഒരുക്കിയിരുന്നു. ഡൽഹി പോലീസിന്റെ സ്പെഷ്യൽ സെല്ലിന്റെ നേതൃത്വത്തിലാണ് സുരക്ഷാ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. വിമാനത്താവളത്തിലും ഒപ്പം തന്നെ തിഹാർ ജയിലും NIA ആസ്ഥാനത്തിന് സമീപവും ഒപ്പം തന്നെയാണ് പട്യാല ഹൗസ് കോടതിയിലും വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നു. നേരത്തെ തഹവൂർ റാണയെ ഓൺലൈനായിരിക്കും കോടതിയിൽ ഹാജരാക്കുക എന്നായിരുന്നു പുറത്തു വന്ന റിപ്പോർട്ടുകൾ. കാരണം ഇന്ന് കോടതി അവധിയാണ്. അതുകൊണ്ട് തന്നെ ഒരു ഡ്യൂട്ടി ജഡ്ജി മാത്രമാണ് കോടതിയിൽ ഉണ്ടായിരുന്നത്. ഇതോടൊപ്പം തന്നെ സുരക്ഷാ കാരണങ്ങൾ കൂടി മുൻനിർത്തിക്കൊണ്ട് നേരിട്ട് കോടതിയിൽ എത്തുന്നത് ഒഴിവാക്കി ഓൺലൈനിൽ കോടതിക്ക് മുന്നിൽ ഹാജരാക്കാനായിരുന്നു തീരുമാനം എങ്കിൽ ഇപ്പോൾ നേരിട്ട് തന്നെ കോടതിയിൽ എത്തിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് ലഭ്യമാകുന്ന വിവരം. പ്രത്യേക NIA ജഡ്ജി ചന്ദർജിത് സിംഗ് പട്യാല ഹൗസ് കോടതിയിൽ ശരി ബൽറാം തുടരുക.